പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഈ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ മനസ്സും ഈശോയുടെ ആഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ അറിയുന്നത് ഈശോയുടെ അമ്മയായ മറിയമാണ്. ഈശോയുടെ മനസ്സനുസരിച്ചാണ് മറിയം പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും മാനസാന്തരത്തിനായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസം, ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ഈ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ നമ്മുടെ ഹാളിൻ്റെ മുൻഭാഗത്ത് നിന്ന് രണ്ട് കരങ്ങളും ഇങ്ങനെ പിടിച്ച്, രണ്ട് കരങ്ങളും വിടർത്തിപ്പിടിച്ച് ആ കരങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് അത്ഭുതകരമായ വെളിച്ചം കടന്നു വരുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. ഇപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഇന്ന് എല്ലാവരെയും വെളിച്ചം കൊണ്ട് നിറയ്ക്കും. വെളിച്ചം എന്ന് പറയുന്നത് അന്ധകാരം മാറ്റുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അന്ധകാരവും സങ്കടമൊക്കെ വരുന്ന ചിലപ്പോൾ രോഗം മൂലമായിരിക്കാം, ചിലപ്പോൾ ദുശീലം മൂലമായിരിക്കാം, ചിലപ്പോൾ തഴക്ക ദോഷങ്ങൾ മൂലമായിരിക്കാം, കുടുംബ കലഹങ്ങൾ മൂലമായിരിക്കാം, ചിലപ്പോൾ പഠിക്കാൻ സാധിക്കാത്ത മൂലമായിരിക്കും, ചിലപ്പോൾ പരാജയപ്പെടുന്ന മൂലമായി. ഏതു തരത്തിലുള്ള ഇരുട്ടും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ വെളിച്ചത്തിൽ നീങ്ങിപ്പോകും. ഈശോ ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ മക്കളെ സമർപ്പിക്കാം. 10ാം ക്ലാസ്, +2 പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം വിദേശത്തേക്കൊക്കെ പോകുവാനുള്ള പരീക്ഷകൾ, IELTS, OET, NCLEX, അങ്ങനെ ഒത്തിരിയേറെ പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. അവർക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. വിദേശത്ത് ചെന്നിട്ടും ഇതുവരെ ഒരു ജോലി സ്ഥിരതയിലേക്കോ നല്ല ജോലിയിലേക്കോ PR കിട്ടാനോ സാധിക്കാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന അനേകം മക്കളുണ്ട്. അവരൊക്കെ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ ഈ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട മരിയദാസച്ചൻ ലൂർദിലെ മാതാവിനെ കുറിച്ച് പ്രസംഗം പറഞ്ഞു കാണും. എങ്കിലും 1858 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ 18 വെളിപ്പെടുത്തൽ, 18 ദർശനങ്ങൾ ബെർണദീത്ത എന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടിക്ക് മാതാവ് നൽകി. ഈ 18 ദർശനങ്ങളിലൂടെ പരിശുദ്ധ അമ്മ ആ കുട്ടിയോട്, ബെർണദീത്തയോട് പറഞ്ഞത് ഇതായിരുന്നു: മനുഷ്യവർഗം കൂടുതൽ ലോക സുഖങ്ങളിലേക്കും ഭൗതികതയിലേക്കും കടക്കുന്നു. ദൈവത്തെ കൂടുതൽ ആളുകളും അവഗണിക്കുന്നു, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു, പാപങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കകളും കൂടാതെ മുഴുകുന്നു. അതിനാൽ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സകല പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ലൂർദ് മാതാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ലൂർദ് മാതാവ് സൗഖ്യം തരുന്ന മാതാവ് അമ്മ മാത്രമല്ല. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവ കരുണയിൽ ആശ്രയിക്കുക, പാപത്തിൽ നിന്ന് പിന്മാറുക. അങ്ങനെ ദൈവസന്നിധിയിൽ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടും എന്നാണ് പരിശുദ്ധമ്മ ഓർമ്മിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എന്തിനാണ് ഒരു പെൺകുട്ടിക്ക്, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ദർശനങ്ങളൊക്കെ നൽകിയത്? അത് പരിശുദ്ധ അമ്മയും ഈശോയും എന്തുമാത്രം യുവജനങ്ങളെ സ്നേഹിക്കുന്നു. യുവജനങ്ങളിലൂടെ അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് മറ്റു യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെയും ദൈവത്തെ അവഗണിച്ച് ജീവിക്കുന്നവരെയും കൃപയിലേക്ക് കൊണ്ടുവരാനാണ്
ഒരു പെൺകുട്ടിക്ക് 14 വയസ്സുള്ള പെൺകുട്ടിക്ക് പരിശുദ്ധമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ പ്രത്യേകമായിട്ടും ഇങ്ങനെയുള്ള മാനസാന്തരത്തിൻ്റെയും അതോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെയും പാപം ഉപേക്ഷിക്കുന്നതിൻ്റെയും കാര്യങ്ങളാണെങ്കിലും അതൊക്കെ മനുഷ്യർ വിശ്വസിക്കണം, ദൈവത്തിലേക്ക് ആശ്രയിക്കണം. അതുകൊണ്ട് പരിശുദ്ധമ്മ ലൂർദിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഇടത്തെ ഒരു അത്ഭുതങ്ങളുടെ ഇടമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ലൂർദിലെ ഒരു അത്ഭുത ഉറവ, മറഞ്ഞു കിടന്നിരുന്ന ഒരു അത്ഭുത ഉറവ അത് ഈ ഭരണതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ വന്ന് ആ ജലത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പരിശുദ്ധമ്മ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുസഭ വത്തിക്കാൻ അംഗീകരിച്ച 70-ലധികം വലിയ അത്ഭുതങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നമ്മുടെ നാട്ടിലെ ധ്യാന കേന്ദ്രങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്, അത് സാക്ഷ്യങ്ങളായിട്ട് വരാറുണ്ട്. പക്ഷെ അതൊന്നും വത്തിക്കാൻ അംഗീകരിച്ചിട്ടുള്ളതല്ല. കാരണം വത്തിക്കാൻ റോമിൽ ഒരു അത്ഭുതം അത് അംഗീകരിക്കണമെങ്കിൽ വിശദമായ പഠനങ്ങളിലൂടെ ഡോക്ടേഴ്സും അതോടൊപ്പം തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരും അതിൻ്റെ ചരിത്രവും ഒക്കെ പഠിച്ച് അനേക വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു അത്ഭുതത്തെ അത്ഭുതമായിട്ട് അംഗീകരിക്കുക. അങ്ങനെയുള്ള 70-ലധികം അത്ഭുതങ്ങൾ ഈ ലൂർദിൽ വത്തിക്കാൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവിടെ 10,000-കണക്കിന് രോഗികൾക്ക് സൗഖ്യം കിട്ടിയിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കത്തോലിക്ക സഭയിൽ ഒരുപക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഫ്രാൻസിലെ ഈ ലൂർദ് തീർത്ഥാടന കേന്ദ്രം. അവിടെ 1900-ൽ അവിടെ വളരെ 901-ൽ അവിടെ കടന്നു വന്ന ഗബ്രിയൽ ഗാർഗം എന്ന് പറയുന്ന ഒരു ട്രെയിനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ട്രെയിനിൽ അപകടത്തിൽ വെച്ച് ട്രെയിനിൽ ഒരു കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് ട്രെയിൻ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആകമാനം പരിക്കു പറ്റി. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ ഈ ലൂർദിലേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ അത്ഭുത ഉറവയിൽ അവിടെ അദ്ദേഹത്തെ കുളിപ്പിച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീര അവയവങ്ങൾക്കൊക്കെ ശക്തി ലഭിച്ച് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 1902-ൽ ട്യൂബർകുലോസിസ് TB-യുടെ മാരകമായ രൂപം അത് ബാധിച്ച ഒരു പെൺകുട്ടി മേരി ബെയ്ലി എന്ന് പറയുന്ന പെൺകുട്ടിയെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു. അങ്ങനെ ഇനി ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ലൂർദിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടേഴ്സും മറ്റുള്ളവരും അവിടേക്ക് അവളെ കൊണ്ടുപോകുന്നതിനെതിരായിരുന്നു. അതിനുള്ള സഞ്ചരിക്കാനുള്ള യാത്ര ചെയ്യാനുള്ള ആരോഗ്യം പോലും ആ പെൺകുട്ടിക്കില്ലായിരുന്നു. പക്ഷെ ലൂർദിൽ വന്ന് ലൂർദിലെ അത്ഭുത ഉറവയിൽ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം അവൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 1952-ൽ ജോർജ് ബെയിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സംസാര ശക്തി പൂർണ്ണമായിട്ടും നശിച്ചു പോയി. 1.5 വർഷത്തോളം അദ്ദേഹം സംസാരിക്കാനാകാതെ മൂകനായി കഴിഞ്ഞു. ഈ വ്യക്തി ലൂർദിലേക്ക് വന്ന് ലൂർദിലെ അത്ഭുതറവിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് സുഖപ്പെട്ടു, അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ജോൺ ട്രെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു മാരക രോഗം, അത് ചികിത്സയിലൂടെ മാറ്റുക എളുപ്പമല്ല. അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവന്നു. ലൂർദിൽ അത്ഭുത ഉറവയിൽ കുളിപ്പിച്ചു. അദ്ദേഹം പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1937-ൽ ആൻഫറൻ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ശക്തമായിട്ടുള്ള ഹൃദ്രോഗം, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹൃദ്രോഗം വന്ന ഒരു പെൺകുട്ടി അവിടേക്ക് കൊണ്ടുവന്നു. അവൾ അവിടെ വെച്ച് ലൂർദിലെ ജലത്തിൽ അവൾ കുളിച്ചു. അവൾക്ക് ഉടനെ തന്നെ സൗഖ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഈ സൗഖ്യങ്ങളൊക്കെ വത്തിക്കാൻ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തി അത് അത്ഭുതങ്ങളാണ് എന്ന് വത്തിക്കാൻ അംഗീകരിച്ച 70 അത്ഭുതങ്ങളിൽ ഒന്ന്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന അത്ഭുതങ്ങളെ അതുപോലെയുള്ള ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ ലൂർദിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് അതിൽ പലതും നമ്മൾ അറിയുന്നില്ല. കാരണം ഓരോ ദിവസവും
ഈ ലൂർദിൽ സന്ദർശിക്കുന്ന എല്ലാവർക്കും ഒത്തിരി രോഗസൗഖ്യങ്ങൾ കിട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, ഞാൻ ഒരിക്കൽ ദുബായിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർ പറഞ്ഞു, അവർ ലൂർദിൽ ചെന്നപ്പോൾ അവർ കാണുന്നത് ഈ ലൂർദിൽ ഒരു സ്ഥലത്തായിട്ട് കുറേ നടക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളും സ്ട്രെച്ചറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. രോഗികളായിട്ട് അവിടെ കടന്നു വന്നവർ അതൊക്കെ ഉപേക്ഷിച്ച് സൗഖ്യം കിട്ടി പോയവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ആ കുടുംബത്തിലെ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉള്ള, വലിയ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യമുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അതിൽ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛൻ, ഞങ്ങൾ ലൂർദിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രേക്ഷിത വേല ചെയ്യണമെങ്കിൽ പ്രത്യേകമായ അനുവാദം വേണം, ഒരു മാസത്തേക്ക് കിട്ടാൻ. ഞാൻ അവിടെ പ്രേക്ഷിത വേല ചെയ്യാൻ അനുവാദത്തിന് എഴുതിയിട്ടിട്ടുണ്ട്, ഇതുവരെ വിളിച്ചിട്ടില്ല, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പ്രേക്ഷിത വേല ചെയ്യാൻ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ പേര് കൊടുത്തു പോന്നിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും അവിടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയിൽ അത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്ന പുണ്യഭൂമിയാണ് ലൂർദ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഈ സൗഖ്യങ്ങൾ നൽകുന്നത്? എന്തിനാണ് ഈ അത്ഭുതങ്ങൾ ദൈവം പരിശുദ്ധമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഒരു ലക്ഷ്യം മാത്രം ഇതാണ്: ഇന്ന് ദൈവത്തെ അവഗണിച്ച് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ട്. ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ശരീരത്തിൻ്റെ വിശുദ്ധി നശിപ്പിച്ച് കഴിയുന്ന അനേകരുണ്ട്. അവരെയൊക്കെ ദൈവം ലൂർദിലെ അത്ഭുതത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും നിത്യജീവൻ നേടാൻ സാധിക്കും. അതിന് നമ്മൾ പാപവഴികൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, മാനസാന്തരപ്പെടേണ്ടതുണ്ട്, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അങ്ങനെ നിത്യജീവനുള്ള ആഗ്രഹം നമ്മളിൽ ഉണർത്തുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധമ്മയിലൂടെ ഇത്രയും വലിയ കാര്യങ്ങൾ ഈശോയുടെ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഫെബ്രുവരി 11 രോഗികളുടെ ദിനമായി, രോഗി ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും പലവട്ടം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട പിതാവ് ഇന്നത്തെ ദിനത്തെ ഫെബ്രുവരി 11 രോഗികൾക്കുള്ള ദിവസമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ലോകമെമ്പാടും ലൂർദ് മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈശോ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ദിവസമാണ് സൗഖ്യം. പക്ഷേ ഈ സൗഖ്യവും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിൽ മാത്രം നിൽക്കരുത്, രോഗസൗഖ്യം സ്വീകരിക്കുന്നതിൽ മാത്രം നിൽക്കരുത്. അതിലൂടെ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ അവഗണിച്ച് ജീവിക്കരുത്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകരുത്. ഇന്നത്തെ തലമുറയിൽ അനേകം യുവാക്കളൊക്കെ ദൈവത്തെ അവഗണിച്ചും വിശ്വാസത്തിൽ നിന്നും അകന്നും ജീവിക്കുന്നുണ്ട്. അതോടൊപ്പം പാപത്തിലും പാപമാർഗങ്ങളിലും യാതൊരു ആശങ്കയും കൂടാതെ മുഴുകുന്നുണ്ട്. ശരീരം വിശുദ്ധമായ ദേവാലയം പോലെ കണ്ട് ജീവിക്കേണ്ടവർ ശരീരത്തിൽ പലവിധത്തിലുള്ള തിന്മകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മാനസാന്തരമുണ്ടാകാനും ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാ മക്കളും ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ലൂർദിലെ അത്ഭുതങ്ങളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹം എന്ന് ചൊരിയും നമ്മളിലേക്ക്. കാരണം അത് ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത അനുഗ്രഹമാണ്. ലൂർദിൽ പരിശുദ്ധ അമ്മ 14 വയസ്സുള്ള ബെർണിതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു വലിയ സന്ദേശം അറിയിക്കാനാണ്. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കണം, ദൈവത്തെ അവഗണിക്കരുത്. ഇന്നത്തെ ലോകത്തിൽ അനേകർ ദൈവത്തെ അവഗണിച്ച് ജീവിക്കുന്നു, വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. ഭൗതികതയ്ക്കും ലോകത്തിൻ്റെ സന്തോഷങ്ങളും ശരീരത്തിലെ സന്തോഷങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ദൈവത്തിൽ നിന്ന് അകലുന്നു. അങ്ങനെയുള്ളൊരു ലോകത്തിൽ
ഇന്ന് തിരുസഭ ലൂർദ് മാതാവിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, നമ്മുടെ ശരീരത്തെ ദേവാലയത്തിൻ്റെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുക, ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്നത്തെ ഈ ലോകത്തിൽ അനേകർ ശരീരത്തിലെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ബർണിദീത്തയോട് ആദ്യമായിട്ട് പരിശുദ്ധമ്മ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്, അതായത് പാപം എന്നിൽ ഇല്ല, പാപം ഏശാത്തെ ജനിക്കുവാനുള്ള കൃപ എനിക്ക് ദൈവം നൽകി, ഞാൻ അമലോത്ഭവയാണ്. അതേ പരിശുദ്ധിക്ക് പരിശുദ്ധമ്മ വളരെ പ്രാധാന്യം നൽകിയാണ്. നമ്മുടെ മക്കളെല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. യുവതിയുവാക്കളെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഫോണിലും ഒക്കെ അഡിക്ഷനിൽ പെട്ടുപോയിരിക്കുന്ന കുട്ടികളെ, യുവതിയുവാക്കളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് അകന്നും സോഷ്യൽ മീഡിയയിലും ശരീരത്തിൻ്റെ സുഖങ്ങളിലും ലഹരി വസ്തുക്കളിലും അതോടൊപ്പം ദുശീലങ്ങളിലും തെറ്റായ കൂട്ടുകെട്ടിലും സൗഹൃദങ്ങളിലൊക്കെ പെട്ട ദൈവത്തെ അവഗണിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ലൂർദ് മാതാവിൻ്റെ കൃപ നമ്മളിൽ എല്ലാവരിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അതിനു മുമ്പായിട്ട് ഒരിക്കൽ കൂടെ ലൂർദ് മാതാവിൻ്റെ കരങ്ങളിൽ പരീക്ഷകൾ എഴുതി നമ്മുടെ മക്കളെ സമർപ്പിക്കാം. മാതാവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിലൂടെ എത്രയോ കുട്ടികൾക്കാണ് ഉന്നത വിജയം ലഭിക്കുന്നത്. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങളുടെ മക്കളെ പരീക്ഷകൾ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വിവാഹ തടസ്സങ്ങൾ മാറാൻ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, ലൂർദിൽ നടക്കുന്ന വലിയ അത്ഭുതമാണ്. നിരീശ്വരരായിട്ട് അവിടെ കടന്നു ചെന്ന പലരും വിശ്വാസികളായി മാറുന്നു. ദൈവത്തിൽ അകന്നു കഴിയുന്നവർ, വിശ്വാസമില്ലാതെ കഴിയുന്നവർ ദൈവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ആദ്യം അത്ഭുതം നടക്കാനും അങ്ങനെ ആ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കി മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ നൽകാനും ഞങ്ങൾ ഉപകരണങ്ങളാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും പരിശുദ്ധമ്മയിലൂടെ ദൈവകൃപയും സൗഖ്യവും അഭിഷേകവും സ്വാതന്ത്ര്യവും അനുഗ്രഹവും വർഷിക്കണമേ. ലോകമെമ്പാടും രോഗികൾ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് കടന്നു വരുന്ന ഈ ദിവസം എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെയും സുഖപ്പെടുത്തുവാൻ കടന്നു വരണമേ. ദൈവത്തെ അവഗണിച്ച് ജീവിക്കുന്നവരെയും വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരെയും യേശുവിലേക്ക് അടുപ്പിക്കണമേ. ലഹരി വസ്തുക്കൾക്കും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് ശരീരത്തെ ദേവാലയം പോലെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്ത എല്ലാ മക്കൾക്കും വിശുദ്ധിയുടെ കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കരകളിൽ നിന്ന് ഒഴുകുന്ന പ്രകാശത്തിൽ എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണം, എല്ലാ മക്കളെയും നിറയ്ക്കണമേ. ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത്. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കരങ്ങളിൽ, ലൂർദ് മാതാവിന്റെ കരങ്ങളിൽ അത്ഭുത സൗഖ്യത്തിനായി, അനുഗ്രഹത്തിനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥന ചോദിച്ച് എല്ലാവരും അനുഗ്രഹിക്കണം. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കണം. പോലെ പരിശുദ്ധാത്മാവേ, ശക്തിയോടുകൂടി കരമടിച്ചേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കെന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കെന്നു നൽകിടണേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോ. ആത്മനദിയായി ഒഴുകണമേ, ആത്മ
സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ നീവിൻ ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. നീവിൻ ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. കൃപയാ വരണേ, പറന്നിറങ്ങണമേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ വർഷിക്കണമേ, ആരാധന ആരാധന. അത്ഭുതങ്ങൾ വർഷിക്കണമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ തൊടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂർദ് മാതാവിന്റെ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ സൗഖ്യമുണ്ടാകട്ടെ. മഹത്വം 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 മഹത്വം. എല്ലാ മക്കളും അനുഗ്രഹിക്കട്ടെ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക കടബാധ്യതകൾ മാറിപ്പോകട്ടെ. കൃപ നിറയട്ടെ, 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 കൃപ നിറയട്ടെ. വെളിച്ചം വെളിച്ചം പടരട്ടെ, വെളിച്ചം വെളിച്ചം വെളിച്ചം. പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം. രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ലൂർദ് മാതാവിനോട് സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ലൂർദ് മാതാവിനോട് സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ലൂർദ് മാതാവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ, ലൂർദ് മാതാവിന്റെ അനുഗ്രഹങ്ങൾ നിറയട്ടെ, 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 നിറയട്ടെ. മാതാവിന്റെ ലൂർദ് മാതാവിന്റെ അനുഗ്രഹങ്ങൾ നിറയട്ടെ, നിറയട്ടെ. സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ, തടസ്സങ്ങൾ ഇപ്പോൾ മാറട്ടെ, തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ മാറട്ടെ. വിജയം ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. അനുഗ്രഹം 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 അനുഗ്രഹം. അഭിഷേകം അഭിഷേകം അഭിഷേകം. ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധമ്മയുടെ കരങ്ങൾ വിടർത്തിപ്പിടിച്ച് നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയുടെ അമ്മയെ നമുക്കും അമ്മയായി നൽകിയതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയുടെ അനുഗ്രഹങ്ങൾ, പരിശുദ്ധ അമ്മയിലൂടെ വലിയ അനുഗ്രഹങ്ങളും കൃപകളും സൗഖ്യങ്ങളും നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. ചില ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ വയറ് വീർത്തു വരുന്ന അസ്വസ്ഥതയുള്ള 19 പേരെ
ഇപ്പോൾ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പരീക്ഷ അടുത്തു. പഠിക്കുന്ന കാര്യങ്ങളെ പ്രതി മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒത്തിരിയേറെ കലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ട്. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ മക്കൾ പഠിക്കുന്നില്ല എന്ന തോന്നൽ മാതാപിതാക്കൾക്കുണ്ട്. മക്കൾക്കാണെങ്കിലും മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും സാധിക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി ടെൻഷനുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന 33 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്, അവരനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴത്തേക്ക് ദുഃഖങ്ങളൊക്കെ ഓർത്തിങ്ങനെ കരയുകയാണ്. അങ്ങനെ കരഞ്ഞെന്തുകൊണ്ട് ഈശോ ഇടപെടുന്നില്ല, എന്തുകൊണ്ട് ഈ അനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന 63 കുടുംബങ്ങളെ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 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 യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോൺ, അതുപോലെ ഉള്ള അസ്വസ്ഥതകളുള്ള 9 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കാൽമുട്ടുകൾക്ക് ശക്തമായിട്ടുള്ള വേദന ഉള്ള 8 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. കുടുംബത്തിൽ ഒത്തിരിയേറെ ഭൂസ്വത്തുണ്ട്, പക്ഷേ കയ്യിൽ പണമായിട്ട് ഇപ്പോൾ കാര്യമായി ഒന്നുമില്ല. ഒരു മകളെ വിവാഹം കഴിപ്പിക്കാനുമുണ്ട്. അങ്ങനെ ഒത്തിരി സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പക്ഷെ അത് ഭൂസ്വത്താണ്, പക്ഷെ അതിൻ്റെ വിൽപ്പന നടക്കുന്നില്ല. ഒരു മകളുടെ വിവാഹം അടുത്തിരിക്കുന്നു, അതിനും കയ്യിൽ പണമില്ല. അങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്, അവർക്ക് വഴികൾ തുറന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 സ്വന്തമായിട്ട് ഒരു ഭവനമില്ല, ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന 3 കുടുംബങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യൂട്രസിൽ മുഴയുള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കുറേ നാളുകളായി അയൽപ്പക്കത്തിലുള്ളവരോട്, അയൽപ്പക്കക്കാരുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള വഴക്കും പകയും ഉള്ള 2 കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽ ലൂർദ് മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ അവർ രമ്യതയിലേക്ക് കടന്നു വരാൻ ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 വിവാഹ തടസ്സം മാറ്റി കർത്താവ് 3 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റി കർത്താവ് 4 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, എന്ത് ചെയ്ത് മുമ്പോട്ട് പോകും എന്നറിയുകയില്ല. അങ്ങനെയുള്ള 17 കുടുംബങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ലിവർ സംബന്ധമായ, കരൾ സംബന്ധമായ അസുഖമുള്ള 3 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഓർമ്മക്കുറവുള്ള ഒരു അപ്പച്ചന് കൂടുതൽ ഓർമ്മ നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരീക്ഷയോർത്ത് വലിയ ഭയത്തിൽ കഴിയുന്ന 3 കുട്ടികളുടെ ഭയം മാറ്റി പരിശുദ്ധ അമ്മ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ജഡിക പാപങ്ങളിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നു. അതിനെ അതിജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തതയുണ്ട്, തെറ്റായ സൗഹൃദങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ അങ്ങനെയുള്ള
14 പേരോട് നിരന്തരം ജപമാല ചൊല്ലി വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 18 മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. ആ മക്കളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതാനും സാക്ഷ്യങ്ങൾ. എൻ്റെ മോൻ്റെ വിവാഹം നടക്കുന്നതിനായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. 9 ചൊവ്വാഴ്ച ഇവിടെ വന്ന് നൊവേന കൂടാമെന്ന് നേർന്നു. 3-ാമത്തെ ചൊവ്വാഴ്ച നല്ലൊരു ആലോചന വന്നു. നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു കൊച്ചിനെ തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഒരു കൊച്ചിനെ തന്ന ദൈവം അനുഗ്രഹിച്ചു. കഴിഞ്ഞ മാസമായിരുന്നു മകൻ്റെ വിവാഹം. പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ ദൈവം എല്ലാം നടത്തി തന്നു. 2-ാമത്തെ ഒരു സാക്ഷ്യം കൂടെയുണ്ട്. അവർക്ക് 4 മാസം മുമ്പ് ഒരു ചൊവ്വാഴ്ച ഇവിടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് കസേരയിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഷോൾഡർ പെയിനുള്ള 4 പേരെ കർത്താവ് സ്പർശിക്കുന്നുവെന്ന്. ആ സെക്കൻഡിൽ എൻ്റെ വേദന മാറി. ഇപ്പോൾ 4 മാസമായി എനിക്ക് ഇതുവരെ ആ വേദന വന്നിട്ടില്ല. വിശുദ്ധ യൂദാസ്ലീഹായുടെയും വിശുദ്ധ അന്തോണീസ് പുണ്യവാളുടെയും മധ്യസ്ഥതയിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. മോളി കോടഞ്ചേരി. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ലിസി റോയ് വരീക്കിൽ. എൻ്റെ മകൻ എക്സാം പാസ്സാകുന്നതിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, സാക്ഷ്യം പറയാൻ നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി അവൻ എക്സാം പാസ്സായി. ഇതൊരു അത്ഭുതമായിട്ടാണ് നടന്നിരിക്കുന്നത്. ആ എക്സാം പാസ്സാകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനായി ഞാൻ ദൈവത്തോട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ലിസി റോയ്, കുപ്പായിക്കോട്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സുനി ബെന്നി, അറക്കാട്, കണ്ണോത്ത്, കോടഞ്ചേരി. കഴിഞ്ഞ മെയ് 15-ന് എൻ്റെ മകൻ്റെ ബൈക്ക് ബാംഗ്ലൂരിൽ വെച്ച് നഷ്ടപ്പെട്ടു. ഞാൻ വിശുദ്ധ അന്തോണീസ് പുണ്യവാളിനോട് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് അവസാനം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സുനി ബെന്നി, കോടഞ്ചേരി. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അത്താനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി
കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ഒരിക്കൽ കൂടെ പരീക്ഷകൾ എഴുതുന്ന കുട്ടികളെ നമുക്ക് പരിശുദ്ധമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നാളെ മുതൽ പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നല്ല ധൈര്യവും അഭിഷേകമൊക്കെ കൊടുക്കണമേ. നമ്മുടെ മറ്റു നിയോഗങ്ങളും സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോയെ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണമേ. ലൂർദ് മാതാവിന്റെ പ്രത്യേക അനുഗ്രഹം ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും കടന്നു. ലൂർദ് മാതാവെ അനുഗ്രഹിക്കണമേ. ഉന്നതമായ വിജയങ്ങൾ നൽകണമേ. വിജയം നൽകുന്ന ഈശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മസിൽ കയറുന്നത് മൂലം ഒത്തിരി വേദനയും ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറുന്ന അസ്വസ്ഥത, അങ്ങനെയുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷോൾഡറിൽ ശക്തമായിട്ടുള്ള വേദനയുള്ള 11ഓളം പേരെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഡിപ്രഷനിലേക്ക് പോയ 4 പേർക്ക് കർത്താവ് ഒരു പുതിയ പ്രത്യാശയും ഉണർവും നൽകുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.